ഞാനൊരു കഥ சொல்லட்டுமா? നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുത്ത് 5000 രൂപ 10000 രൂപ എല്ലാം നമുക്ക് അടിക്കുമ്പോൾ നമ്മൾ ഏജൻസികളിൽ ചെന്ന് പണം മേടിക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, 5000 രൂപയ്ക്ക് 100 രൂപ കമ്മീഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഉള്ളതാണോ അല്ലയോ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യകാലങ്ങളിൽ ലോട്ടറി ടിക്കറ്റ് 5000 രൂപ അടിച്ചു കഴിഞ്ഞാൽ വിൽക്കുന്ന ആളുകൾ തന്നെ 5000 രൂപ നമുക്ക് ഒരു കമ്മീഷനും ഇല്ലാതെ തരികയും അവർ ചിലപ്പോൾ പറയും ഒരു ടിക്കറ്റ് 2 ടിക്കറ്റ് അങ്ങാനും എടുത്തുകൂടെ എന്ന്. അത് ശരിയായൊരു വശം. പക്ഷെ ഇപ്പോ ലോട്ടറി ഏജന്റുമാർ എല്ലാവരും ഒത്തുകൂടി ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു രീതിയാണ് 5000 രൂപ 10000 രൂപ ടിക്കറ്റുകൾ അല്ലെങ്കിൽ 2000 രൂപ ടിക്കറ്റുകൾ ലഭിക്കുമ്പോൾ അത് മാറാൻ ചെല്ലുമ്പോൾ ഒന്നുകിൽ ധാർഷ്ട്യം പിടിക്കുന്ന ഒരു ബുക്ക് ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഇപ്പൊ പുതിയൊരു തട്ടിപ്പ് രീതി 5000 രൂപയ്ക്ക് 100 രൂപ വെച്ച്, അത് എത്ര 5000 രൂപ ടിക്കറ്റുകൾ കയ്യിലുണ്ടോ അത്രയും 100 രൂപ വെച്ച് ഞങ്ങൾക്ക് തരണം എന്ന ഒരു വാശി. പക്ഷേ ഈ അടുത്ത കാലത്ത് അങ്കമാലിയിൽ വെച്ച് ഞാൻ ടിക്കറ്റ് മാറ്റാൻ ചെന്നപ്പോൾ ഇത്തരത്തിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ അതിനെ എതിർത്തപ്പോൾ അവർ മുഴുവൻ പണവും നമുക്ക് തരികയുണ്ടായി. അതിനുശേഷം ലോട്ടറി ഏജന്റ് തിരുവനന്തപുരത്തേക്ക് ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന വോയിസ് മെസ്സേജ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നു. നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കാനാണ്. അത് ഏത് ഏജന്റ് ആണോ അതാത് ജില്ലാ ഓഫീസർക്കാണ് കൊടുക്കേണ്ടത്. ആദ്യം ആ ജില്ലാ ഓഫീസറുടെ നമ്പർ വിളിച്ച് എടുക്കേണ്ട എന്റെ പൊന്നു സഹോദരി. നമ്മൾ ഇത് അങ്ങോട്ടൊരു പരാതി അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ മനസ്സിലായില്ലേ, ഇത് തട്ടിപ്പാണ്. ഇത് ഇവർ കൂട്ടം കൂടി ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ കൊള്ളയ്ക്ക് നമ്മൾ തന്നെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സംസാരിച്ചാൽ അതിന്റെ നിയമ നടപടികൾ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരണമെന്ന് വാശി പിടിച്ചാൽ അവർ നമുക്ക് മുഴുവൻ കാശും തരുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ ഈ കൊള്ളയടിക്കുന്ന ഏജന്റുമാരെ നമുക്ക് നിലനിർത്താൻ കഴിയും. അപ്പോൾ അവർ ഇത്തരത്തിൽ കൊള്ളയടിച്ചുകൊണ്ട് സർക്കാർ പോലും അറിയാത്ത നിയമങ്ങൾ ഉണ്ടാക്കി നമ്മളെ പറ്റുകയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ വാസ്തവം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ച് പറയുക.